ബോൾക്കുന്നിലൂടെയുള്ള എന്റെ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ കുട്ടികൾ ഇന്നും എന്റെ കൂടെയുണ്ട്. ഒഴിവു സമയങ്ങളിൽ കുട്ടികൾ ഇതുപോലുള്ള സഞ്ചാരങ്ങളിൽ ഏർപ്പെടാറുണ്ട്. പിന്നീടാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അവധിക്കാലങ്ങൾ മാത്രമല്ല, സ്കൂളുള്ള സമയങ്ങളിലും കുട്ടികൾ ഇങ്ങനെയാണ്. എന്തോ എവറസ്റ്റ് കീഴടക്കുന്ന വലിയ ലാഘവത്തോടെയാണ് കുട്ടികൾ എന്റെ കൂടെ ഈ പാറകൾക്കിടയിൽ സഞ്ചരിക്കുന്നത്. സന്തോഷത്തോടെയുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ കാത്തിരുന്നത് ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. ഈ യാത്രക്കിടയിൽ കുട്ടികളെ ഞാൻ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. അവിടെ പുലിയുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ അവരെ ഭയപ്പെടുത്തിയത്. ആരും കണ്ടില്ല എന്ന ഭാവത്തോടെ ഞാൻ മെല്ലെ നടന്നു. കുറച്ചു ദൂരെ എത്തിയപ്പോൾ പിന്നെയും ഞാൻ അവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അതും പാളി. അമ്പരച്ചുംബികളായ മരങ്ങൾക്കിടയിലുള്ള യാത്ര കഴിഞ്ഞ് ഞങ്ങൾ പാറകളിലേക്കെത്തി. പാറകളിൽ ഇരുമ്പു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ബോർഡറുകൾ ഉണ്ടായിരുന്നു. കുട്ടികൾ നിഷ്പ്രയാസം അത് കടന്നു. ചുറ്റിലും മറയൊന്നുമില്ലാതെ വിശാലമായ പാറകൾക്കിടയിലുള്ള കാറ്റ്. യാത്രാമധ്യേ എന്തോ കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞ് കുട്ടികൾ എന്റെ അടുത്ത് വന്നു. ഒറ്റ നോട്ടത്തിൽ അതൊരു മയിൽപ്പീലിയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം എനിക്കുണ്ടായി. അതിനെ ഞാൻ വെള്ളം കുടിച്ചെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു ചെളിയിൽ കുത്തിവെച്ചു. വിശാലമായുള്ള പാറകൾക്കിടയിലുള്ള എന്റെ യാത്ര തുടരുന്നു. കുട്ടികൾ എപ്പോഴത്തെയും പോലെയും വളരെ സന്തോഷത്തിലായിരുന്നു. എങ്കിലും അവർ നാളത്തെ യാത്രയ്ക്കുള്ള ചർച്ചയിലായിരുന്നു. യാത്രക്കിടയിൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണിത്. എങ്കിലും കുട്ടികൾക്ക് അതൊരു ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നില്ല. കുട്ടികൾ അത് വകവെക്കാതെ മുമ്പോട്ട് നടന്നു. യാത്രക്കിടയിൽ കണ്ട മറ്റൊരു അത്ഭുത കാഴ്ചയാണിത്. മെസപ്പൊട്ടോമിയയിലെ ചിക്കാഗോ എന്നറിയപ്പെടുന്ന കടലാണത്. ലക്ഷക്കണക്കിന് മത്സ്യബന്ധനക്കാർ മീൻ പിടിക്കുന്ന കാഴ്ചയും ഇവിടെ നിന്നാൽ കാണാം. യാത്രക്കിടയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ചയാണിത്. പക്ഷേ കുട്ടികൾ യാത്രക്കിടയിൽ ഇതൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവർ പറഞ്ഞ ആദ്യത്തെ സ്പോട്ടിൽ ഞങ്ങളെത്തി. ലവ് ഷേപ്പ് കുളം എന്നാണ് ഇതിന്റെ പേര്. യാത്രയിൽ ഞങ്ങളെ ഞെട്ടിച്ച മറ്റൊരു കാഴ്ചയാണ് ഇത്. ഏതോ പുരാതന മുതലയുടെ തലയാണെന്ന് അവരെന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഞാനത് അപ്പോൾ തന്നെ വിശ്വസിക്കുകയും ചെയ്തു. അത്ഭുതപ്പെടുന്ന കാഴ്ചകൾ കാണാനുള്ള യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. കുറെ നേരമായി ഇവൻ എന്നെ നോക്കി കൈ കാണിക്കുന്നു. പിന്നെയും അവനെന്തോ പറഞ്ഞുകൊണ്ട് പോയി. കുട്ടികൾക്ക് വല്ലാത്ത എനർജി ആയിരുന്നു അന്ന്. അങ്ങനെ ഞങ്ങൾ അവർ പറഞ്ഞ അടുത്ത സ്പോട്ടിലെത്തി. ഞങ്ങൾ നേരത്തെ കണ്ടതിലും കുറച്ച് വലിയൊരു തടാകമായിരുന്നു ഇത്. കുട്ടികൾ വളരെയധികം കൗതുകത്തോടെ അതിൽ ഇറങ്ങാൻ തുടങ്ങി. മുതലകളും വമ്പൻ സ്രാവുകളും ഉണ്ടെന്ന് പറഞ്ഞിട്ടും കുട്ടികൾ പേടിച്ചില്ല. നേരത്തെ ഞാൻ അവരോട് ചെയ്തതുപോലെ അവർ എന്നെയും ഒന്ന് പ്രാങ്കാൻ നോക്കി. പാവം ചമ്മിപ്പോയി. ഇതൊക്കെ എന്ത്, ഇതിലും കൂടുതൽ ഞാൻ ചമ്മിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാനും മിണ്ടാതെ നിന്നു. ഷൂസ് ഇട്ട കാലുകൊണ്ട് ചെളി ചവിട്ടാണ്ട് പോകുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ അവിടുത്തെ വിശാലമായ കാറ്റ് വീണ്ടും ആസ്വദിച്ചു. ഇത് പാറ പൊട്ടിക്കുന്ന സ്ഥലമാണ്. 1944 എന്റെ അപ്പാപ്പൻ പണി കഴിപ്പിച്ചതാണ് ഇത്. വിശാലമായ പാറകൾക്കിടയിലുള്ള കാറ്റുകൾ ആസ്വദിക്കുന്നതിനിടയിലാണ് മഴയുടെ വരവ്. നല്ല ചാറ്റൽ മഴയും ഇടതൂർന്ന മഴയുമാണ്. ചില മഴത്തുള്ളികൾ ക്യാമറയിലും വന്ന് പതിച്ചു. ചുറ്റിലും പാറകളും മരങ്ങളും മാത്രം. പിന്നീട് ഞങ്ങൾ അവിടുന്ന് മെല്ലെ നടന്നു. തിരിച്ചു വരുന്നതിനിടെ മഴ ശക്തിയായി പെയ്തു. അങ്ങനെ യാത്രയ്ക്ക് അവസാനമിട്ടുകൊണ്ട് ഞങ്ങൾ വീടിനടുത്തെത്തി. എന്റെ വീടിനടുത്തുള്ള നിരപ്പായ സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് ഇത്. കുട്ടികൾ അതിലൂടെ സൈക്കിൾ ഓടിച്ചും ഓടിയും കളിക്കും. മഴ മെല്ലെ തോർന്നപ്പോൾ ചുറ്റിലും സൈക്കിൾ വെള്ളത്തിലോടുന്ന ശബ്ദം മാത്രം. ഇടയ്ക്കിടയ്ക്കുള്ള ഈ മഴ എന്റെ മാത്രമല്ല, എന്റെ വണ്ടിയും കുളിപ്പിച്ചു. അങ്ങനെ മഴ വീണ്ടും എത്തി.
മഴ മാത്രമല്ല, മഴയോടൊപ്പം ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ വണ്ടിയിലുണ്ടായ അഴുക്കുകളും ചേറുകളും ഞാൻ കളയാൻ തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും മഴയത്ത് വണ്ടി വാഷ് ചെയ്യുന്നത് അത് വേറെ തന്നെ ഒരു ഫീലാണ്. ഇത് അതിരപ്പള്ളി വാട്ടർഫാൾസ് അല്ല, എൻ്റെ വീടിന്റെ പിന്നാമ്പുറത്തുള്ള മലവെള്ളം വരുന്ന കാഴ്ചയാണത്. മഴക്കാലമായാൽ എൻ്റെ വീടിന്റെ പിന്നാമ്പുറത്ത് കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണത്. എന്തൊക്കെ പറഞ്ഞാലും അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും അത് ആസ്വദിച്ചു. എന്നെ അമ്പരച്ചുംബികളാക്കിയ ഒരു കാഴ്ചയാണത്. വെള്ളത്തിലൂടെയുള്ള സൈക്കിൾ റാലി. സൈക്കിൾ കൊണ്ട് അഭ്യാസം കാണിക്കാൻ നോക്കിയെങ്കിലും പിന്നെയും അത് പാളിക്കൊണ്ടിരുന്നു. കുട്ടികളൊക്കെ നിസ്സാരമായി ചെയ്യുന്നത് കണ്ട് എന്റെ ഉള്ളിലെ കലാകാരൻ അങ്ങനെ വെറുതെ ഇരുന്നില്ല. ഞാനും ട്രൈ ചെയ്തു. അത് പിന്നെയും പാളി. മേഘങ്ങളുടെ വേഗതയേറിയ ഓട്ടം എന്നെ വല്ലാണ്ടങ്ങ് അത്ഭുതപ്പെടുത്തി. എന്തായാലും ഈ ഒരു സഞ്ചാരം ഞാൻ മറക്കില്ല. അടുത്ത യാത്രയുമായി വീണ്ടും കാണാം.